ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കാലതാമസം കൊണ്ട് തെളിവുകൾ ഒരിക്കലും ദുർബലമാവുന്നില്ല. മറിച്ച് കുറ്റകൃത്യത്തിന്റെ ഗൗരവം വർദ്ധിക്കുക ചെയ്യുന്നത്. ഈ നിൽക്കുന്ന പ്രതി തന്നെയാണ് ഈ കുറ്റകൃത്യം ചെയ്തതെന്ന് പോലീസ് വിശ്വസിക്കുന്നു. ഗോകുൽ, ഒരു മിനിറ്റ്. നിങ്ങൾ വയ്ക്കോ. ശരി സാർ. വാദം തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതൊരു സാധാരണ കേസല്ലെന്ന് അറിയാലോ. വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ പ്രതിയെ പിടികൂടിയത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ പ്രതിക്ക് പരമാവധി ശിക്ഷ കിട്ടണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. പ്രതിക്ക് ജാമ്യം കിട്ടിയ തെളിവ് നശിപ്പിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്, അറിയാലോ. അതുകൊണ്ട് ഗോകുലെന്ന് അറിഞ്ഞു മനസ്സുവയ്ക്കണം. ഒരു കാരണവശാലും അവന് ജാമ്യം കിട്ടാൻ പാടില്ല. ജാമ്യം കൊടുക്കണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനല്ലല്ലോ. അല്ല ഗോകുൽ, ഞാൻ പറഞ്ഞെന്തെന്ന് വെച്ചാ ഇതെന്റെ ഒരു അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അവനിവിടെ നിന്ന് ജാമ്യം കിട്ടിപ്പോയാ അതെനിക്ക് നാണക്കേടാവും. ജാമ്യം കിട്ടാതിരിക്കാനുള്ള എല്ലാ വകുപ്പുകളും ഞാൻ ചേർത്തിട്ടുണ്ട്. ഫോറൻസിക് റിപ്പോർട്ടും മറ്റ് സാഹചര്യ തെളിവുകളും എല്ലാം അവനെതിരാണ്. പ്രോസിക്യൂട്ടർ എന്ന നിലയിൽ ഇനിയെല്ലാം ഗോകുലിന്റെ കയ്യിലാണ്. പ്രോസിക്യൂട്ടർ ജോലി എന്താണെന്ന് എൻക്വയറി ഓഫീസർ പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ നിയമത്തിന്റെ വിശ്വാസ്യതയും കേസിന്റെ മെറിറ്റും നോക്കാൻ എനിക്കറിയാം. അയാൾ എന്താ പറഞ്ഞത്? അല്ല, ഒരു കാരണവശാലും അവന് ജാമ്യം കിട്ടരുതെന്ന് ഞാൻ പ്രോസിക്യൂട്ടറിനോട് പറയായിരുന്നു. എന്നിട്ട് അയാൾ എന്ത് പറഞ്ഞു? അയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അയാൾ ഒരു ഹരിചന്ദ്രനാണ്. പ്രോസിക്യൂട്ടറുടെ ജോലി പ്രതിക്ക് ജാമ്യം കിട്ടാതെ നോക്കുക എന്നുള്ളതാണല്ലോ. കോടതി പ്രതിക്ക് ജാമ്യം കൊടുത്താ അത് അയാളുടെ കൂടെ തോൽവിയാണല്ലോ. അതെ, പക്ഷേ എനിക്ക് അയാളെ എന്തോ വിശ്വസിക്കാൻ തോന്നുന്നില്ല. നമുക്ക് വേണമെങ്കിൽ കുറച്ച് പണം ഇറക്കി നോക്കാം. അതില് വീഴാത്ത ഒരു ഹരിചന്ദ്രൻ ഈ ലോകത്തില്ല. ഇയാൾക്ക് പണം ഓഫർ ചെയ്യുന്നതിനേക്കാൾ ഭേദം ഒരു തൂക്കേറ് വാങ്ങി സ്വയം കഴുത്തിയിടുന്നതാണ് നല്ലത്. നമുക്ക് നോക്കാം. ഈ കേസിൽ അവന് ജാമ്യം കിട്ടുന്ന സാറിന് പേടിയുണ്ടോ? ഒരിക്കലുമില്ല. ജാമ്യം കിട്ടാതിരിക്കാനുള്ള സകല വകുപ്പുകളും ഞാൻ FIR ചേർത്തിട്ടുണ്ട്. മാഡം ധൈര്യമായിട്ടിരിക്കും. കോടതി കൂടാൻ സമയമായി. വരൂ. കേസ് വിളിച്ചോളൂ. കേസ് നമ്പർ 147/2025. പാറമടയിൽ നിന്ന് അസ്ഥികൂടം കണ്ടെത്തിയ കേസ് പ്രതി സച്ചിദാനന്ദൻ. ചെല്. ഞാൻ കോടതി മുമ്പാകെ സത്യം മാത്രമേ പറയുള്ളൂ. ബെയിൽ ആപ്ലിക്കേഷൻ ടേക്കൺ അപ്പ്.
പ്രോസിക്യൂഷൻ വാദം തുടങ്ങാം. യുവർ ഓണർ, ബൈബിളില് ഡേവിഡിന്റെയും ഗോലിയാത്തിന്റെയും ഒരു കഥയുണ്ട്. അതുപോലെയാണ് ഈ കേസും. ഭീകരനായ ഗോലിയാത്തിനെ വീഴ്ത്തിയ ചെറിയ ഡേവിഡിന്റെ അതേ ബുദ്ധിയാണ് ഈ കേസില് പ്രതിയും കാണിച്ചിരിക്കുന്നത്. വർഷങ്ങളായി മറഞ്ഞുകിടന്ന ഒരു കേസ് ഇപ്പോ വർഷങ്ങൾക്ക് ശേഷം പ്രതിയായിട്ടുള്ള അതേ ആളിന്റെ തന്നെ ഒരു ചെറിയ പിഴവ് കൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് തോന്നിയ ഒരു സംശയം. ഈ പ്രതിയിലേക്ക് എത്തിയെന്നാണ് പോലീസിന്റെ എഫ്ഐആറിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. പൂർണ്ണമായും വളരെ വ്യക്തമായി ആസൂത്രണം ചെയ്തും നടപ്പിലാക്കിയ ഒരു കൊലപാതകമാണ് അനിരുദ്ധന്റേതെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ കാലതാമസം? യുവർ ഓണർ, 7-8 വർഷങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 7 years and 6 months, ഒരു ദിവസം അപ്രതീക്ഷിതമായി അനിരുദ്ധൻ മിസ്സിംഗ് ആവുകയായിരുന്നു. എന്നിട്ടന്ന് ബന്ധുക്കളാരും കേസ് കൊടുത്തില്ലായിരുന്നു? യെസ് യുവർ ഓണർ. അന്ന് അനിരുദ്ധന്റെ മിസ്സിംഗുമായി ബന്ധപ്പെട്ട് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പോലീസ് എന്താ അന്വേഷിച്ചില്ലേ? നമ്മുടെ നാട്ടിലൊരു സാധാരണ മിസ്സിംഗ് കേസ് കൊടുത്താലുള്ള നോർമലായ പോലീസ് എൻക്വയറി മാത്രമേ ഇതിലുണ്ടായിട്ടുള്ളൂ. പിന്നീട് പോലീസും അത് മറന്നു, എല്ലാവരും അത് മറന്നു. പക്ഷേ യുവർ ഓണർ, കാലതാമസം കൊണ്ട് തെളിവുകൾ ഒരിക്കലും ദുർബലമാവുന്നില്ല. മറിച്ച് കുറ്റകൃത്യത്തിന്റെ ഗൗരവം വർദ്ധിക്കുക ചെയ്യുന്നത്. ഈ നിൽക്കുന്ന പ്രതി തന്നെയാണ് ഈ കുറ്റകൃത്യം ചെയ്തതെന്ന് പോലീസ് വിശ്വസിക്കുന്നു. സർ, അതിന് എന്തെങ്കിലും തെളിവുണ്ടോ? തെളിവുണ്ട് യുവർ ഓണർ. ഈ കൊല്ലപ്പെട്ട അനിരുദ്ധൻ ഈ കേസിലെ പ്രതിയായ സച്ചിദാനന്ദന്റെ ബന്ധുവായിരുന്നു. സർ, അനിരുദ്ധനോട് പ്രതിക്ക് മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവുകൾ ഇവിടെ ഹാജരാക്കിയിട്ടുണ്ട്. യെസ്, കണ്ടിന്യൂ. താങ്ക് യു മൈ ലോർഡ്. ഇത്രയും വർഷങ്ങൾ പ്രതി വളരെ വിജയകരമായി തെളിവുകൾ നശിപ്പിക്കുകയും ഡെഡ് ബോഡി മറയ്ക്കുകയും ചെയ്തു.